നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും, പക്ഷേ ഇതറിയാൻ മേലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പലരും പറയുന്ന പരാതി കേട്ടിട്ടുണ്ട്, ചപ്പാത്തി കട്ടിയായി പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പൊങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതറിയാൻ മേലാത്ത കൂട്ടുകാർ ഇതുപോലൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ. ദിവസം മുഴുവൻ നല്ല സൂപ്പറായിട്ടിത് സോഫ്റ്റായിട്ടിരിക്കുന്ന ചപ്പാത്തി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 2 സ്പൂൺ തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുന്ന ഏത് ഓയിലാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് 1.5 സ്പൂൺ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതിന് മുമ്പേ നമ്മളിതെല്ലാം കൂടെ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒന്ന് നല്ല സ്മൂത്താക്കി നമുക്ക് എടുത്തു കൊടുക്കാം. ഇതുപോലെ നല്ലവണ്ണം സ്മൂത്താക്കി നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 3/4 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഒരുപാട് ചൂടാകരുത്. ചെറു ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചൂടുവെള്ളം വേണം. അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഒരു മീഡിയം പരുവത്തിലെ വെള്ളം ആകാവുള്ളൂ. ഓവറായിട്ട് നമ്മൾ വെള്ളം ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് കട്ടി ഉണ്ടാകും, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ശരിയാകില്ല. ഇത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3/4 കപ്പ് വെള്ളം എന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ നോക്കും, ഞാൻ നന്നായിട്ട് ഇത് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറൊന്ന് അടച്ചു വെക്കണം. ഇത് നിങ്ങളെ കാണിക്കുകയാണ്. ഇത് 3/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കപ്പ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ അടച്ചു വെക്കാം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. പക്ഷേ ഞാൻ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഈ ചപ്പാത്തി മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ടെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുത്തു കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 5 ചപ്പാത്തി ഉണ്ടാക്കാൻ 5 ബോൾസാണ് ഞാനിത് എടുത്തത്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് വെച്ചിട്ടോ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല റൗണ്ടായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ആദ്യം ഒരു പ്രാവശ്യം പൊടി ഒന്ന് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് പരത്തി കൊടുക്കുക. വീണ്ടും വീണ്ടും പൊടി ഇതിനകത്തേക്ക് തൂത്ത് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് കട്ടിയായിപ്പോവും. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രധാന കാര്യമാണ്, ഒരു ടിപ്പാണത്. അത് ഞാൻ നന്നായിട്ട് ഇതുപോലെ ആദ്യത്തെ ചപ്പാത്തി പരത്തിയെടുത്തിട്ട് ബാക്കിയും കൂടെ ഞാൻ ഇതിനകത്ത് പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് നല്ല ഭംഗിയോടുകൂടി തന്നെ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നോക്കൂ, നമ്മുടെ കല്ല് ചൂടായി കിടക്കുകയാണ്. ഞാനൊരു ഇരുമ്പ് തവയിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കല്ല് ചൂടാകുമ്പോഴേക്കും നമ്മൾ ചപ്പാത്തി ഓരോന്ന് വീതം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ചപ്പാത്തി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം നമ്മൾ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടുക. മറിച്ചിട്ട ആ ഭാഗമുണ്ടല്ലോ അവിടെ, അത് കഴിയുമ്പോഴേക്ക് ചെറിയ ചെറിയ ബോൾസുകൾ വരുമ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ടിട്ട് പതുക്കെ നമ്മൾ ഒരു ചട്ടുകം കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ചട്ടുകം അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ചുരുട്ടിയിട്ട് നമ്മളിതുപോലെ ഈ ചപ്പാത്തിയുടെ അരികുകളൊക്കെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. അത് 2 ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ചപ്പാത്തി. നമ്മളിത് പൊങ്ങി വരുമ്പം കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരും. അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമതും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് രണ്ടാമതും ഞാനിത് കാണിക്കുന്നത്. അതേപോലെ വീണ്ടും ഞാൻ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതൊന്ന് അതായത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിനകത്തേക്ക് കുമിളകളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ഇതേപോലെ പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കുറച്ച് സമാധാനത്തോടു കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്നൊന്ന് അമക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും, ഇങ്ങനെ പൊങ്ങി വരത്തില്ല. അപ്പോൾ തീ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, അതായത് ചപ്പാത്തി കരിഞ്ഞു പോകരുത്. കണ്ടല്ലോ, ഇത് നന്നായിട്ട് പൊങ്ങി വന്നു. അപ്പം ഞാനതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ. ഇത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കാസറോളിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചപ്പാത്തി നല്ല സ്മൂത്തായിട്ടിരിക്കും. കൈകൊണ്ട് എടുത്താലും നമ്മളിതൊന്ന് ഒന്ന് നമ്മൾ മുറിച്ച് നോക്കിയാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതുപോലെ ചപ്പാത്തി അറിയാൻ മേലാത്ത കൂട്ടുകാരൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.